അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ഒന്നും വീഡിയോസ് ഒന്നും ഇട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉഷാറില്ല. ഓരോന്നും ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഇടങ്ങറ്, വിഷമമൊന്നുമല്ല, എന്നാലും അവരിങ്ങനെ പറയുമ്പോൾ അപ്പോൾ നമ്മൾ ലൈവ് ഇട്ടാലും വീഡിയോസ് ഇട്ടാലും ഓരോരുത്തരും ഓരോന്നിങ്ങനെ പറയല്ലേ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ ബെഡ് കമൻറ്റ് ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ, അതാണ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ഒഴിവുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക്. എന്തായാലും ബാഡ് കമൻറ്റ് ഇടുന്നവരിങ്ങനെ ഇടട്ടെ. അതുപോലെ എന്ത് തോന്നിയ ദിവസം വിളിച്ച് പറയാനാണ് ആൾക്കാരുടെയൊക്കെ വിചാരം. ഇപ്പോൾ ഒരു എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്കൊരു വിചാരമുണ്ട്, എന്ത് വേണമെങ്കിലും വന്ന് കയറി പറയാമെന്നുള്ളൊരു അതിപ്പോൾ മാന്യമായിട്ട് നമ്മൾ പോണ ഒരു ഫാമിലി ആണെങ്കിലും അവിടെയും ഉണ്ടാവും ചില ഓരോ ക്രിമികടികൾ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ നേരാണത്, പൊതുവേ ഒരാൾ നേരാണത് കണ്ടുകൂടാ, ഒരാൾ ഇത്തിരി പൊന്തുന്നത് കണ്ടുകൂടാ. അങ്ങനെ ഓരോ ഇതാണ് കേട്ടോ. ഒരാൾ കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അസൂയയും കുശുമ്പും നല്ലവരും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ നല്ലവരുടെ അല്ല പറയുന്നത്, ഞാൻ ഇങ്ങനെ ഓരോ ഇത് പറയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ നമ്മൾ ലൈവ് വന്നപ്പോഴും കണ്ടില്ലേ, ഓരോരുത്തരും ഇങ്ങനെ ചൊറിഞ്ഞും കൊണ്ടേ വരും. നമ്മളെ വന്ന് അനാവശ്യം വിളിക്കുക, തെറി വിളിക്കുക. ഇവർക്കൊക്കെ എന്തിൻ്റെ കാടാണ്? ഇവൻ്റെ വീട്ടിൽ പണിയും തോരമില്ലാത്തതുകൊണ്ടാണോ ഇവർ ഈ പണിക്ക് വരുന്നത്? അതൊക്കെയാണ് എനിക്കൊരു പിടുത്തം കിട്ടാത്തത്. ഓരോന്നിങ്ങനെ പറയുക, നമ്മൾ നമ്മുടെ ഒരു നിവൃത്തികേട് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇറങ്ങണതും. എന്തെങ്കിലും ഒരു വരുമാനം അത് ഇറങ്ങിയാലേ അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് ഇറങ്ങണവർക്കേ അറിയുള്ളൂ കേട്ടോ. ഈ പറയുന്നവർക്കൊന്നും അതിൻ്റെ പാടും ഇതൊന്നും അറിയില്ല. പറയുന്നവർക്ക് എന്താ ഓരോന്നും പറയുക, അത്ര തന്നെ. അവർക്ക് അതായിരിക്കും തൊഴിൽ, അല്ലാണ്ട് എന്താ പറയുക, ഓരോന്നും നമ്മൾ എന്താ പറയുക നിവൃത്തിയോട് കൊണ്ട് ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ശരിക്കും ആരും ശരിക്കും നമ്മുടെ വീട് മൊത്തത്തിൽ കാണൂല, ഒന്നും ചെയ്യില്ല. അവർക്ക് തോന്നിയ പോലെ തോന്നിയത് ഇങ്ങനെ പറയുക. അതിപ്പോൾ നമ്മൾ ലൈവ് പോവുകയാണെങ്കിൽ ശരി, നമ്മളിപ്പോൾ വീഡിയോസ് ഇടുകയാണെങ്കിൽ ശരി, ഓരോന്നും ഇങ്ങനെ പറയട്ടെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമമാണ്. എന്തായാലും നമ്മളതൊന്നും ഇപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കണില്ല, പറയണവർ പറയട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് എന്താ പറയുക, എന്ത് തോന്നിയ മാസം നമ്മുടെ വീഡിയോയിൽ വന്ന് വിളിച്ച് പറയാം. അന്ന് ബാഡ് കമൻറ്റ് ഇടുന്നവർ വിചാരിക്കണ്ട, പറയണവരും അതന്നെ എന്താ പറയുക, അങ്ങനെ നടക്കുന്ന സ്ത്രീകളുണ്ടാവും, അതിനായിട്ട് നടക്കുന്ന ചാനലുകളുണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ അവിടെ പോവുക, അവിടെ പോയിട്ട് അങ്ങനെ ആട്ടത്തിന് നിൽക്കണം, അവരുടെ അടുത്ത് പോവുക, സംസാരിക്കുക, അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഈ എന്താ പറയുക ഒന്നിനും പോവാത്ത ഫാമിലി ചാനലുകൾ മാത്രം തിരഞ്ഞു പിടിച്ചിട്ട് ചില ആൾക്കാർ കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവരോടൊക്കെയാണ് ഞാൻ പറയണത്. എന്തായാലും ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ല, പറയാൻ നിന്ന ഒരുപാടുണ്ട് കേട്ടോ പറയാൻ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോഴെ പൊതുവേ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ആൾക്കാർ തമ്മിൽ തന്നെ, പരസ്പരം ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. എന്തായാലും എൻ്റെ എന്താ പറയുക, നമുക്കിനിപ്പോൾ ഓണമാണ് വരാൻ പോണത്. ഓണത്തിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണത്തിന് നമുക്ക് കുറച്ച് നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെ ഗ്രൂപ്പിലൊരു പരിപാടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവളുടെ സ്കൂളിൽ സദ്യ ഉണ്ട് 12-ാം തീയതി, പിന്നെ നിമിഷമോൾക്ക് 13-ാം തീയതിയാണ്. നമുക്ക് ഫാത്തിമക്കുട്ടിൻ്റെ ഗ്രൂപ്പിൽ വന്നിട്ട് 22-ാം തീയതി കേട്ടോ. അത് വലിയൊരു ഗംഭീര പരിപാടിയാണ്. അതുമാത്രമല്ല, ആ പരിപാടിക്ക് ഒരു അതിഥി കൂടി വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ എല്ലാവർക്കും അറിയും. അപ്പോൾ എന്തായാലും ഞാൻ പേരിപ്പോൾ പറയുന്നില്ല, സർപ്രൈസായിട്ട് ഇരിക്കട്ടെ കേട്ടോ. ആരാണ് ആളെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വലിയൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഇൻഷാ അല്ലാഹ് പറ്റിയ പോകാണ്ടിരിക്കാൻ പറ്റില്ല, നമ്മുടെ എന്താണ്. പക്ഷെ നമ്മളിപ്പോൾ തന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ആ സമയമാകുമ്പോൾ ഒക്കെ അള്ളാൻ്റെ അനുഗ്രഹം പോലെ എല്ലാം നന്നായി നടക്കട്ടെ. പിന്നെ എന്താ പറയാനുള്ളത് ഇപ്പോൾ വെച്ചാൽ, ഇന്നിപ്പോൾ സ്കൂളില്ല, എല്ലാവർക്കും ലീവാണ്. അപ്പോൾ എൻ്റെ എല്ലാവർക്കും അഡ്വാൻസ് ഓണ ആശംസകൾ കേട്ടോ. പിന്നെ സ്കൂളില്ല പറഞ്ഞാൽ പിന്നെ യുദ്ധമായിരിക്കും കേട്ടോ, യുദ്ധം. പിന്നെ ഞാൻ എൻ്റെ മാമാൻ്റെ മോളുടെ അവിടെ നിന്നൊരു ടീപ്പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവൾ ഒരു നല്ലത്തിരി മരത്തിൻ്റെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു TV സ്റ്റാൻഡ്, ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ കഴിക്കാനൊക്കെ ഇരിക്കാൻ പറ്റിയ പോലത്തെ. അപ്പം ഞാൻ TV ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ റിഷ്മോൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇന്ന് എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ നമ്മുടെ ആ വെള്ള വലുത് കോലയിൽ കൊണ്ടിട്ടു കേട്ടോ, അവിടെ കൊണ്ടിട്ടു. പിന്നെ ഇവിടെ അങ്ങനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ടേബിളും TV വർക്കൊന്നും ചെയ്യില്ല കേട്ടോ. ഇനിയിപ്പോൾ
എലിയൊക്കെ കടിച്ച് കേടുവന്ന് കിടക്കുകയാണ്. ഭയങ്കര എലിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. എലിപ്പെട്ടി വെച്ചിട്ട് എലിയൊന്നും കിട്ടാൻ വഴിയില്ല. പിന്നെയും അത് വരികയാണ്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഇന്നലെ നമ്മുടെ ഒരു അറിയുന്ന ഒരു താത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് പഴമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ റിൻഷി ഇപ്പം തന്നെ ഉണ്ടാക്കാറ്. അപ്പം ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പഴമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതൊന്നും ഉണ്ടാക്കി കൊടുക്കണം. സ്കൂളിൽ പറഞ്ഞാൽ അംഗമാണ് കേട്ടോ അവിടെ.